നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ റെഫറൻസ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കണം. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഒരു റെഫറൻസിൽ നിന്നും ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആക്ച്വൽ പ്രോസസ്സ് അല്ല. നമ്മൾ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഏതൊരു ഡിസൈനാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു ക്ലയൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണോ, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഒരു കൾച്ചർ എന്താണോ, ആളുടെ ഒരു ജീവിത രീതി എന്താണ്, എല്ലാം ഡിപ്പെൻഡൻ്റ് ആണ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ തുടങ്ങേണ്ടത്. റെഫറൻസ് നോക്കുന്നത് ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ നമുക്ക് റെഫർ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യാതിരിക്കണം. നമ്മൾ ക്ലയൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അയാൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, അതിനനുസരിച്ചുള്ള ഡിസൈനുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും കൂടെ എളുപ്പം.